ഹായ് ഫ്രണ്ട്സ്, ക്രൈസി ഹാംസ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോയിലുകൾ ഉണ്ടാക്കുവാനായി ഇത് സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്ന സ്ട്രോയുടെ മുകളിൽ ഉണ്ടാക്കിയ രണ്ട് കോയിലാണ്. ഇത് സാധാരണഗതിയിൽ ലോ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇത് കുറച്ചുകൂടെ ഇൻഡക്റ്റൻസ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ഡയമീറ്റർ കൂടിയ ജ്യൂസ് സ്ട്രോയുടെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണിത്. ഇല്ലെങ്കിൽ ഇമാതിരിയുള്ള കോയിലുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇൻഡക്റ്റൻസ് കൂടുതൽ ഉണ്ടാക്കുവാനായി ആ ഡയമീറ്റർ കൂട്ടേണ്ട വരും. അതിനായി ഇതുപോലെ ഓരോ കോയിലിനും ഡയമീറ്റർ കൂട്ടി ഉണ്ടാക്കണം. ഇനി ഇതേമാതിരി ടാപ്പ് വാഷറിൻ്റെ മേലുണ്ടാക്കിയിരിക്കുന്ന കോയിലാണിത്. ഇതൊരു കോയിൽഡ് ടൈപ്പിലാണ് വരുന്നത്. ഒരു കോയിൽ ഇങ്ങനെ ചുറ്റി അതൊരു കോയിൽ ആകൃതിയിൽ വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത്രമാത്രം വലിയ കോയിലുകൾ ഉണ്ടാക്കിയാലും നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഡക്റ്റൻസ് കിട്ടണമെന്നില്ല. ഇതിൽ ഇൻഡക്റ്റൻസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇത്ര വലിയ കോയിലാണെങ്കിലും അതിൻ്റെ ഇൻഡക്റ്റൻസ് 1.8 മൈക്രോ ഹെൻറിയേ ഉള്ളൂ. അതുപോലെ കുറച്ചുകൂടെ ഡയമീറ്റർ കൂടിയ കോയിലാണിത്. ഇതിൻ്റെ ഇൻഡക്റ്റൻസ് 1 വളരെ കുറവാണിത്. .8. ഇനി ഇൻഡക്റ്റൻസ് കൂടണമെങ്കിൽ കോയിലിൻ്റെ ലെങ്ത്ത് കുറച്ച് കൊണ്ടുവരേണ്ടി വരും. അതേപോലെ മറ്റൊരു കോയിലാണിത്. ഇതിന് ഡയമീറ്റർ വളരെ കൂടുതലാണ്. പക്ഷേ ഒരു റേഡിയോ സർക്യൂട്ടിലൊന്നും ഇത്ര വലിയ കോയിൽ ഉണ്ടാക്കി വയ്ക്കുവാൻ പറ്റില്ലല്ലോ. ഒരു റേഡിയോയുടെ മൊത്തം വലിപ്പം ഈ കോയിലിൻ്റെ വലിപ്പത്തിന് ഈക്വലാവും. സിംഗിൾ ലെയർ എയർ കോർ ഇൻഡക്ടറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ്. ഇത് പ്രകാരം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടുക, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, കോയിൽ ലെങ്ത് കുറയ്ക്കുക എന്നീ മാർഗങ്ങളിലൂടെ ഇൻഡക്റ്റൻസ് കൂട്ടുവാനാവും. പക്ഷേ അവ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഇൻഡക്റ്റൻസ് കൂട്ടുവാനായിട്ട് പെർമിയബിലിറ്റി കൂടിയ വസ്തുക്കൾ ഉപയോഗിക്കണം. കൂടിയ വാല്യൂ ഇൻഡക്റ്റേഴ്സ് ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്ന ടൊറോയിഡൽ കോറുകൾ ആണിവ. വളരെ കോമണായി ഉപയോഗിക്കുന്ന ഒരു കോറാണ് 50-43. 50 എന്ന അക്കം സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഔട്ടർ ഡയമീറ്ററാണ്. 43 എന്നത് അതിൻ്റെ മിക്സ് മെറ്റീരിയൽ ആണ്. ഈ കാണുന്ന ടൊറോയിഡുകളെ അയൺ പൗഡർ ടൊറോയിഡ് എന്ന് പറയുന്നു. 50-6 എന്ന് പറയുന്നത് മഞ്ഞ ടൊറോയിഡാണ്. 50-2 എന്ന് പറയുന്നത് ചുവന്ന ടൊറോയിഡാണ്. 6 എന്ന അക്കം മഞ്ഞയെയും 2 എന്നത് റെഡിനെയും സൂചിപ്പിക്കുന്നു. 50-6 അതിനേക്കാളും ചെറിയ പവർ ആവശ്യങ്ങൾക്കായി 37-6 ഉപയോഗിക്കാം. ടൊറോയിഡൽ കോറിൽ വൈൻഡ് ചെയ്യുന്നതിന് ആവശ്യമായ ഡീറ്റെയിൽസാണ് ഈ കാണുന്ന ചാർട്ടുകളിൽ ഉള്ളത്. അവയിൽ നോക്കി എത്ര ടേൺസ് കൊടുത്താൽ എത്ര ഇൻഡക്റ്റൻസ് കിട്ടും എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല അവയുടെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയും ഇതിൽ നിന്നും കണ്ടുപിടിക്കാവുന്നതാണ്. ഫെറൈറ്റ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ 2 ഹോളുള്ള ഇത്തരം കോറുകളെ ബലൂൺ കോറുകൾ എന്ന് പറയുന്നു. പണ്ട് TV ബലൂൺ കോറായി ഉപയോഗിച്ചിരുന്നതാണ്. ഇതിൻ്റെ വലിയ കോറുകളും ഉണ്ട്. ഇത്തരം കോറുകളെ ബലൂൺ കോർ അഥവാ ബൈനോക്കുലർ കോർ എന്നും വിളിക്കും. ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. ലീനിയർ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ട്രാൻസ്ഫറായി ഉപയോഗിക്കുന്ന ചെറിയ കോറാണിവ. ഈ കാണുന്ന ബ്ലോക്ക് ടൊറോയിഡുകൾ വലിയ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉള്ളവയാണ്. ലീനിയർ ആംപ്ലിഫയർ പോലെയുള്ളവയുടെ ഔട്ട്പുട്ടിൽ ഉപയോഗിക്കുന്നു. RS1000 ട്യൂബുലർ കോറും അങ്ങനെ ഉപയോഗിക്കുന്നതാണ്.
ഇതിൻ്റെ ചെറിയ ട്യൂബുലർ കോറുകൾ ഇൻപുട്ട് ട്രാൻസ്ഫോമറായും RF1000 പോലെയുള്ള വലിയ ടൊറോയിഡുകൾ ഔട്ട്പുട്ടായി ഉപയോഗിക്കാം. ഇത്തരം VGA കേബിളിൽ ഈ കാണുന്നവ RFI ഇൻ്റർഫിയറൻസ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ട്യൂബുലർ കോറുകളാണ്. ക്വാളിറ്റിയുള്ള പവർ സപ്ലൈ അതിൻ്റെ ഔട്ട്പുട്ടിലും ഇത്തരം ട്യൂബുലർ കോറുകൾ കാണാറുണ്ട്. ടൊറോയിഡൽ കോറിൽ വൈൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ബൈനോക്കുലർ കോറിൽ വൈൻഡ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും വയർ കയറി ഇറങ്ങുന്നത് ഒരു ടേൺസ് ആയി പരിഗണിക്കുന്നു. കോപ്പർ വയർ വശങ്ങളിൽ ഉരസി ഇൻസുലേഷൻ പോവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വലിയ ബൈനോക്കുലർ കോറിൽ വൈൻഡ് ചെയ്യുമ്പോൾ വയറിൻ്റെ വലുപ്പം കൂട്ടുന്നത് നന്നായിരിക്കും. പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി അനുസരിച്ച് കണ്ടക്ടറിൻ്റെ വലുപ്പവും കൂട്ടുക. വലിയ ബൈനോക്കുലർ കോറിനാണെങ്കിൽ രണ്ടറ്റത്തും ഒരു PCB കണക്ട് ചെയ്ത് ഒരു ഹോൾ മാതിരി ഉണ്ടാക്കിയാൽ വളരെ നന്നായിരിക്കും. ട്യൂബുലർ കോറുകൾ വൈൻഡ് ചെയ്യുമ്പോൾ അവ തമ്മിൽ ഏറ്റവും അടുപ്പിച്ച് വെച്ച് വൈൻഡ് ചെയ്യുക. അപ്പോൾ കപ്ലിംഗ് കോഎഫിഷ്യൻ്റ് കൂടുകയും നല്ല പവർ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. ഇതൊരു 5 ടേൺ കോയിലാണ്. 50/6 യെല്ലോ ടൊറോയിഡിൽ ചുറ്റിയിരിക്കുന്ന അത്. കോയിലുകൾ ചുറ്റുമ്പോൾ ചുറ്റിയിരിക്കുന്ന കണ്ടക്ടേഴ്സ് അതിൽ മൊത്തമായും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. 2 ടെർമിനൽ തമ്മിലുള്ള അകലം 30 ഡിഗ്രി ആക്കി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ടൊറോയിഡൽ കോറുകളിൽ വൈൻഡിങ് അടുപ്പിക്കുകയോ അകത്തുകയോ ചെയ്താൽ ഇൻഡക്റ്റൻസിന് കാര്യമായ മാറ്റം വരാറില്ല. ഒരു ടൊറോയിഡിൽ 2 വശത്തേക്കും വൈൻഡ് ചെയ്യുന്നതിനെ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നു. G6LBQ റേഡിയോ സർക്യൂട്ടിൽ ഇത്തരം ഒരു ട്രാൻസ്ഫോമർ കാണാം. ഇത്തരം ടൊറോയിഡൽ കോറിൽ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യുമ്പോൾ പ്രൈമറി സൈഡ് കൂടുതലും സെക്കൻഡറി സൈഡ് കുറവാണെങ്കിൽ പ്രൈമറി കോയിലിൻ്റെ മുകളിലായി സെക്കൻഡറി കോയിൽ ചുറ്റിയാലും മതിയാവും. ഇത്തരം ടൊറോയിഡൽ കോറിൽ വൈൻഡിങ് ചെയ്യുന്നതിൻ്റെ വയർ ഗേജ് ഒരു പ്രശ്നമേ അല്ല. തന്നിരിക്കുന്ന നമ്പർ ഓഫ് ടേൺസ് അതിൽ ഉൾക്കൊള്ളണം എന്ന് മാത്രം. 24 ഗേജ് മുതൽ 28 ഗേജ് വരെയുള്ള കോപ്പർ വയർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത്തരം ടാപ്പ് വാഷറിൽ എയർ കോർ ഇൻഡക്ടർ ചെയ്യുമ്പോൾ വൈൻഡിങ് പൂർണ്ണമായും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ഒരു ക്ലോക്ക് വൈസ് വൈൻഡിങ് ഉള്ള കോയിലും ആൻറ്റി ക്ലോക്ക് വൈസ് ടൈപ്പ് കോയിലുമാണ്. ഏതൊരു സർക്യൂട്ടിലും ഏതെങ്കിലും ഒരേ ടൈപ്പ് വൈൻഡിങ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ക്ലോക്ക് വൈസ് വൈൻഡിങ്ങും ആൻറ്റി ക്ലോക്ക് വൈസ് വൈൻഡിങ്ങുമുള്ള ടൊറോയിഡൽ കോറുകൾ ഇടകലർത്തി ഉപയോഗിക്കാതിരിക്കുക. മദർ ബോർഡ്, SMPS എന്നിവയിൽ ഉപയോഗിക്കുന്ന ചില കോറുകൾ ആണിവ. ഇവ മുഖ്യമായും റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫിയറൻസ് ഒഴിവാക്കുവാനായി ഉപയോഗിക്കുന്നവയാണ്. കോറുകളുടെ കളറും അവയുടെ വലുപ്പവും തമ്മിലുള്ള ചാർട്ട് ഇതിനോടകം ചേർത്തിട്ടുണ്ട്. ഒരു ടൊറോയിഡിൽ എത്രമാത്രം നമ്പർ ഓഫ് ടേൺസ് ഇട്ടാൽ അതിൻ്റെ ഇൻഡക്റ്റൻസ് എത്രയായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഓൺലൈൻ കാൽക്കുലേറ്റർ പലതും ലഭ്യമാണ്. അവയെപ്പറ്റിയുള്ള പല ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലും കാണുന്ന ഫിക്സഡ് വാല്യൂ ഇൻഡക്റ്റേഴ്സാണ് ഇത്. ഇൻഡക്ടറിൻ്റെ വാല്യൂ അതിന് മേളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. SMPS, TV ബോർഡ് മുതലായവയെ കാണുന്ന ഒരു ഇൻഡക്ടർ ആണിത്. ഇതിനുള്ളിൽ ഒരു ഫെറൈറ്റ് റോഡ് കടത്തി വെച്ചിട്ടുണ്ടാവും.
ഒരു ഫെറൈറ്റ് ബീഡിനുള്ളിലൂടെ ഒരു കോപ്പർ വയർ കടത്തിയിരിക്കുന്നതാണിത്. ജമ്പർ കണക്ഷനും മറ്റും ഉപയോഗിക്കുന്നു. RFI കുറയ്ക്കുവാനായി സഹായിക്കും. വളരെ ചെറിയ ഹോൾസ് ഉള്ള ഒരു ഫെറൈറ്റ് ബീഡാണിത്. ഇതിനുള്ളിലൂടെ വൈൻഡിങ് നടത്തുന്ന ഇതിനെ VK200 ഫെറൈറ്റ് കോർ ഇൻഡക്ടർ എന്ന് പറയുന്നു. ഇതാണ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ അഥവാ IFT. RF ചോക്ക് ആയും ലോ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ എന്നിവയിലും ഉപയോഗിക്കാം. വളരെ ചെറിയ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉള്ള സർക്യൂട്ടുകളിൽ ഇവ ഉപയോഗിക്കുന്നു. ടോറോയിഡിൽ എങ്ങനെ കോയിൽ വൈൻഡ് ചെയ്യാം എന്ന് നോക്കാം. ക്ലോക്ക് വൈസ് വൈൻഡിംഗ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് വൈൻഡിംഗ് ആണോ വേണ്ടതെന്ന് ആദ്യമേ തീരുമാനിക്കുക. കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എത്രയെന്ന് തീരുമാനിച്ചതിന് ശേഷം അതിന് പറ്റുന്ന വയർ ഗേജ് സെലക്ട് ചെയ്യുക. കൂടുതൽ വണ്ണമുള്ളതോ വളരെ തിന്നായിട്ടുള്ള വയർ ഉപയോഗിക്കാണ്ടിരിക്കുക. 24 മുതൽ 26 വരെ അല്ലെങ്കിൽ 28 വരെയുള്ള ഗേജ് വയറാണ് ഏറ്റവും ഉത്തമം. ബൈനോക്കുലർ കോറിലും അപ്രകാരം തന്നെ വൈൻഡ് ചെയ്യാവുന്നതാണ്. ബൈനോക്കുലർ കോറിലും ടോറോയിഡ് കോറിലും ഒരേ നമ്പർ ഓഫ് ടേൺസ് ഇട്ടാൽ കിട്ടുന്ന ഇൻഡക്റ്റൻസിന് മാറ്റമുണ്ടാവും. സർക്യൂട്ടിന് അനുസരിച്ച് വൈൻഡിങ് മാറ്റുക. കൈവശമുള്ള ടോറോയിഡിൻ്റെ ഔട്ടർ ഡയമീറ്റർ മെഷർ ചെയ്തതിന് ശേഷം ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. SWR പവർ മീറ്ററിൻ്റെ SWR ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിനായി 50-43 ടോറോയിഡ് കോറിൽ 24 ടേൺസ് വീതം ക്ലോക്ക് വൈസ് ചുറ്റിരിക്കുന്ന 2 കോയിലാണിവ. അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയാം. ഓൺലൈനായി ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി കുറച്ച് സൈറ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.